മെയിൻ ഹൈവേ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഏതാണ്ട് ഒരു 400 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പൂക്കാട്ടുപടിക്ക് സമീപത്തായിട്ടാണ് ഈ വീട് വരുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്നും 400 മീറ്റർ മാത്രം ദൂരത്തായും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരത്തായും ആലുവ ടൗണിൽ നിന്ന് 8 കിലോമീറ്റർ ദൂരത്തായും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തായും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്ന് 3.25 കിലോമീറ്റർ മാത്രം ദൂരത്തായി ചാർട്ടർ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ നിന്ന് 1.5 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ വീട് വരുന്നത്. മനോഹരമായൊരു വില്ല കമ്മ്യൂണിറ്റിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമോ വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് വീടിന് നൽകിയിരിക്കുന്നു. ഒരു കണ്ടംപററി ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ എലിവേഷൻ വരുന്നത്. വീടിൻ്റെ മുൻവശത്തായി ഏതൊരു വലിയ വാഹനവും കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം ലഭ്യമാണ്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പാക്കല്ലുകൾ വിരിച്ചിരിക്കുന്നു. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും വെച്ച് നൽകുന്നതാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സീറ്റ് ഔട്ടാണ് വീടിന് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടിയാണ് വീടിൻ്റെ മുൻവശം നിർമ്മിച്ചിരിക്കുന്നത്. 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സായി വരുന്ന കിണർ വെള്ളവും KW കണക്ഷനുമാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. മെയിൻ ഡോറ് ഒരു പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ആണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. പോളിഷ് എല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണത് ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പൺ ചെയ്ത് അകത്ത് കിടക്കുമ്പോൾ തന്നെ പ്രവേശിക്കുന്ന ഗസ്റ്റ് ലിവിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. മനോഹരമായ ലിവിങ് സ്പേസ്, വലിയൊരു കോർണർ സൈസ് സെറ്റ് ഇടാനുള്ള സൗകര്യം ലഭ്യമാണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്ന വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വലിയ 4x2 വലിയ വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ഗ്ലോസി ഫിനിഷിലാണിത് ചെയ്തിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. 6 പാളികളോട് കൂടിയ വെന്റിലേഷനാണ് നമുക്ക് ലിവിങ് സ്പേസിൽ ലഭിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ഡൈനിങ്ങിലേക്കൊന്ന് കിടക്കാം. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസാണ് ഇവിടെയും ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഒരു 10 പേർ 12 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇവിടെ വാഷ് കൗണ്ടറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിലായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഇൻവെർട്ടർ യൂണിറ്റ് എല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഷെൽഫുകളെല്ലാം നൽകിയിരിക്കുന്നു. ഈ ഒരു ഭാഗത്താണ് വാഷ് ബേസിൻ വരുന്നത്. വാഷ് ബേസിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ, ഒരു ഓപ്പൺ കിച്ചണാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ കിച്ചണ് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഫ്ലോറിങ്ങിനായി വുഡൻ ഫിനിഷുള്ള ടൈൽസുകളാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ഈ കിച്ചൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. കിച്ചൺ ടോപ്പിനായി നാനോ വൈറ്റ് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചൻ്റെ ബാക്ക് സൈഡിലായി അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു സ്പേസ് വരുന്നുണ്ട്. നമുക്കൊരു വർക്ക് ഏരിയ നിർമ്മിക്കാനുള്ള ഒരു പോർഷനും ലഭിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബേബി മെറ്റലെല്ലാം ഭംഗിയിലായിരിക്കും നൽകുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കാണാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ഈ ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. 5 പാളികളോടുകൂടിയ വെന്റിലേഷൻ സൗകര്യം നൽകിയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4x2 ടൈൽസുകൾ, വെറ്റിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല നീളത്തിലൊരു ബാത്റൂമും ഇവിടെ അവൈലബിൾ ആണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബാത്റൂം ഫിറ്റിങ്സുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്.
ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് ഡൈനിങ് സ്പേസ് എന്ന് തന്നെയാണ് നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വാളുകളിൽ പറകോളകളെല്ലാം ചെയ്തിരിക്കുന്നു. സീലിങ്ങുകളിൽ ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അത്യാവശ്യം സ്പേസോട് കൂടി തന്നെയാണ് ഈ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. 6 പാളികളുള്ള ജനലുകൾ നൽകിയിരിക്കുന്നു. സീലിങ്ങുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. കൂടാതെ വാൾഡ്രോബ് സൗകര്യവും നമുക്കിവിടെ ലഭ്യമാണ്. നല്ല നീളത്തിലൊരു ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ ഫിറ്റിങ്സിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല ഈ ബെഡ്റൂമിൽ നിന്നൊരു ബാൽക്കണി കൂടി നമുക്ക് അവൈലബിൾ ആണ്. നല്ല സ്പേഷ്യസ് കൂടിയ ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഹാൻഡ് റെയിലിനായി GS സ്കോട്ട് വുഡുമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ 3rd ബെഡ്റൂം ഒന്ന് കാണാം. നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു ബെഡ് അതിനുള്ള സ്പേസ് ധാരാളമായി തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. 6x4 സൈസുള്ള നല്ല വലിപ്പമുള്ള ഒരു ടൈൽസുകളാണ്, വെട്രിഫൈഡ് ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് ബാത്റൂമിൻ്റെ ഡോറുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഫിറ്റിങ്സുകളുടെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടാതെ ഒരു യൂട്ടിലിറ്റി സ്പേസും നമുക്ക് വീടിന് അവൈലബിൾ ആണ്. കവേഡായി തന്നെയാണ് ഷീറ്റ് വർക്കെല്ലാം ചെയ്ത് കവേഡായാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ നിന്നാണ് ടെറസിലേക്കുള്ള സ്റ്റെയർകേസും വരുന്നത്. ഈ ഒരു ഏരിയയിലാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക സ്പേസ് എല്ലാം നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡ് 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി വരുന്ന ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില 54 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിൾ ആണ്. ഓണറുമായി ഡയറക്റ്റ് സംസാരിക്കാൻ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. വീട് വാങ്ങാൻ ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭദിനം.